ഹായ് ഓൾ, വെൽക്കം ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് തുഷ് വ്ളോഗ്സ്. തുഷ് വ്ളോഗ്സിൻ്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പം ഇന്ന് നമ്മളൊരു ചെറിയൊരു യാത്ര പോയതിൻ്റെ ഒരു വ്ളോഗാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ആക്ച്വലി എന്താ പറയുക, പോണോ പോണ്ടേ എന്നിങ്ങനെ പോണോ അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്നിട്ട് നമ്മൾ പോകുന്നൊരു യാത്ര എന്ന് പറയുന്നത്, അങ്ങനെയുള്ളൊരു യാത്രയാണിത്. യൂഷ്വലി നമുക്ക് ഉണ്ടാവുന്നൊരു ചോയ്സ് എന്ന് പറയുന്നത് ഊട്ടി, വയനാട്, കൊടൈക്കനാൽ അങ്ങനെയൊക്കെയാണല്ലോ യൂഷ്വലി. പക്ഷേ ഇത്തവണ ഒരു ചെറിയ മാറ്റമുണ്ട്. ദിവ്യ മിസ് ആണ് സജസ്റ്റ് ചെയ്തത് നെല്ലിയാമ്പതി. നമുക്ക് നെല്ലിയാമ്പതി പോയാലോ നെല്ലിയാമ്പതി എന്ന് കേട്ടപ്പോൾ തന്നെ സത്യം പറയുകയാണെങ്കിൽ നമ്മളിതുവരെ പോവാത്തൊരു പ്ലേസ്, അവിടെ എന്തൊക്കെ ഉണ്ട്. കാരണം നമ്മൾ ഓരോരുത്തർ വ്ളോഗ് നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ അറിയാനൊരു ഇത് നമുക്ക് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ അങ്ങനെയാണ് യാത്ര നമ്മൾ തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊന്നുമല്ല ഞങ്ങളുടെ ഡാൻസാണ്. ഇത് ഞാനും ശ്യാമലിയും കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരുമിച്ച് എന്താ പറയുക ഒന്ന് നൃത്തം ചെയ്യുന്നത്, ഒന്ന് ആറാടുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമ്മളുടെ യൂഷ്വൽ സ്റ്റെപ്പാണ് കേട്ടോ. ഞങ്ങൾ ഏത് ട്രിപ്പിനും ഞങ്ങൾ കളിക്കുന്നൊരു സ്റ്റെപ്പാണ്. പക്ഷേ ഇത്തവണ സ്റ്റെപ്പ് എത്രത്തോളം കറക്റ്റായി എന്ന് ഞങ്ങൾക്കറിയില്ല. എന്തായാലും ഞങ്ങളതിനെ അടിച്ച് പൊളിച്ച് ഞങ്ങളുടെ യാത്ര തിരിക്കുകയാണ്. ബിന്ദു മിസ്സിൻ്റെ ഡാൻസ് എനിക്കിവിടെ ഉൾപ്പെടുത്തണമെന്ന് തോന്നി. ഭയങ്കര മാരക ഡാൻസറാണ് കേട്ടോ. ആൾ ക്യാമറയൊന്നും കണ്ടില്ല, ആൾ കളിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ എൻട്രീൻ്റെ അവിടെ ചെല്ലുമ്പം നമ്മൾ അവിടുന്ന് പെർമിഷൻ എടുക്കണം, എന്നാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കയറാൻ പോവുകയാണ്, നമ്മളുടെ ചുരം കയറാൻ വേണ്ടി പോവുകയാണ്. പൊതുവേ എവിടെ പോവുകയാണെങ്കിലും ഈ മുൻഭാഗത്തിരുന്ന് പോകുന്നൊരു ശീലം എനിക്ക് പൊതുവേ ഉണ്ട് കേട്ടോ. ബസ്സിൻ്റെയോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ട്രാവലർ ആണെങ്കിലും മുന്നിൽ പോയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ എന്താണെന്ന് വെച്ചാൽ ആ മുന്നിൽ നിന്ന് നമ്മൾ കാണുന്നൊരു കാഴ്ചകൾക്ക് വേറൊരു ഭംഗിയാണ്. സൈഡ് സീറ്റിലിരിക്കുമ്പോൾ അതിനൊരു ഭംഗിയുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ എങ്കിലും എനിക്ക് ആ മുന്നിലിരുന്ന് ഇങ്ങനെ എല്ലാ വിഷ്വൽസും കവർ ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരും കിടന്ന് ആസ്വദിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ട് നിൽക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആനയൊക്കെ ഇറങ്ങും തോന്നുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ മേ ബി അതങ്ങനെയാണല്ലോ യൂഷ്വലി. ഇപ്പോൾ നമ്മൾ ആതിരപ്പള്ളി ആ കൂടെയൊക്കെ പോകുന്ന സമയത്ത് ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈൽഡ് ആനിമൽസിനും ജീവിക്കണ്ടേ, അവർക്കും അവരെ സ്വന്തം സ്ഥലത്ത് കൂടെയാണല്ലോ നമ്മൾ റോഡൊക്കെ വെട്ടി നമ്മൾ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ എന്താ പറയുക റോഡിലേക്കൊക്കെ ഇറങ്ങുന്നത് യൂഷ്വൽ തിങ്ങാണ്. അപ്പോൾ അങ്ങനെ കേട്ടു. നമ്മളിത് പോയിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ എന്ന് വെച്ചാൽ ഇതൊരു കാടിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പോകുമ്പോൾ സ്വാഭാവികം എനിക്കൊക്കെ ഒരു കാടുമായിട്ട് എന്തോ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എപ്പോഴാണെങ്കിലും ഇങ്ങനെയുള്ള വീഡിയോസ് എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. നിങ്ങൾ ആ കൂട്ടത്തിൽ പെടുന്ന ആൾക്കാരാണോ? എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. ഈ ഒരു ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പോകുന്ന ആ വഴി കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡിലീറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
ഈ സ്ഥലമൊക്കെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഭയങ്കര ഭംഗിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. പിന്നെ അവിടെ നിന്നിട്ട് നമുക്കിപ്പോൾ നമ്മൾ വയനാട് ചുരം കയറുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഓരോരോ സ്ഥലത്ത് നമുക്ക് നിർത്തിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുക. ഇവിടെ നിർത്തുന്നതിന് പ്രശ്നമില്ല, പക്ഷേ നമുക്ക് ഒരു ടെൻഷനാണ്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വല്ല ആനയോ വല്ലതും വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഒന്നും അധികം നിന്നിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാനോ അതിനൊന്നും നിൽക്കാഞ്ഞത്. വേഗം എങ്ങനെയെങ്കിലും മുകളിൽ എത്തണം, പിന്നെ നമ്മളുടെ സ്പോട്ടിലേക്ക് എത്തണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് മാത്രമാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലൊരു KSRTC ബസ് നമ്മൾ കണ്ടു. നെന്മാറയിലേക്ക് പോണ ബസ്സാണ്. ആ ബസ് കണ്ടു. ഈ KSRTC ബസ് കാണുമ്പോൾ എന്തോ ഒരു നൊസ്റ്റാൾജിയാണ് അല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് KSRTC ബസ് ഇഷ്ടമാണ്. അങ്ങനെ ഇതാ നമ്മളുടെ ഫസ്റ്റ് വ്യൂ പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര അടിപൊളിയാണ്. ഞാൻ സത്യമായിട്ടും നെല്ലിയാമ്പതി പോകാൻ വേണ്ടിയിട്ട് ലേറ്റായി പോയല്ലോ എന്ന് ആലോചിക്കുമ്പോഴൊരു സങ്കടം ഉണ്ടാവുമല്ലോ. കാരണം നമ്മളുടെയൊക്കെ ഒരു ചോയ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വയനാട് ഊട്ടി ഇത് മാത്രമാണ്. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും അല്ലെങ്കിൽ എവിടെ പോവുകയാണെങ്കിലും അപ്പോൾ വയനാട്, ഓഫ് ടു ഊട്ടി ഇത് മാത്രമാണ് കണ്ടിട്ടുള്ളത്. അല്ലാതെ നമ്മൾ ഈ പാലക്കാട് ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് അധികം അങ്ങോട്ട് അറിയില്ല എന്ന് തോന്നുന്നുണ്ട്. അവിടെ ഒരു കുരങ്ങൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഷാമിലീൻ്റെ മോൻ്റെ കയ്യിലൊരു കോലുമിഠായി ഉണ്ടായിരുന്നു. അപ്പോൾ കുരങ്ങൻ നേരെ ചാടാൻ വേണ്ടി വന്നപ്പം നമ്മൾ നേരെ അത് എറിഞ്ഞ് കുരങ്ങനെ തന്നെ കൊടുത്തു. അല്ലെങ്കിൽ ചിലപ്പോൾ അത് നമ്മളെ കുട്ടീൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് വലിക്കാന്നൊക്കെ പറയുമ്പോൾ റിസ്ക് അല്ലേ, അത് നമ്മൾ വേഗം കൊടുത്തു. ഇതൊക്കെ ഈ കാഴ്ചക്കൊരു രസമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. കോട ഇറങ്ങുന്ന ഒരു ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഒരു കാം പ്ലേസാണ് കേട്ടോ. അധികം എന്താ പറയുക, ഇവിടെ നെല്ലിയാമ്പതിൻ്റെ ഒരു പോയിന്റ്, എന്താ പറയുക പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ അധികം റഷില്ല. അപ്പോൾ നമുക്ക് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വ്യൂ പോയിന്റിൽ നിൽക്കുമ്പോഴായാലും അവിടെ ഒരു ക്രൗഡഡ് അല്ല. അപ്പോൾ അതൊരു ഭയങ്കര ഒരു പ്ലസ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് സമാധാനത്തിൽ നമുക്ക് എൻജോയ് ചെയ്തിട്ട് പോരാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഫസ്റ്റ് സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മളത് ചോദിച്ചിരുന്നു നിങ്ങൾക്ക് എന്താ വേണ്ടത്. അപ്പോൾ നമുക്ക് ട്രെക്കിങ് ഫസ്റ്റ് വേണമെന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ നമ്മളുടെ ജീപ്പിൻ്റെ അവരൊക്കെ വിളിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ നമുക്ക് വേണ്ടിയിട്ട് അവിടെ വെയിറ്റിംഗ് ആണ് ട്രെക്കിങ്ങിന് പോകാമെന്നുള്ള ലെവലിൽ. ഇവിടുന്ന് നമ്മൾ മീനമ്പാറ അതുപോലെ മാട്ടുമല ഇത് രണ്ട് വ്യൂ പോയിൻ്റാണ്. അപ്പോൾ ഇവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജീപ്പ് ഓഫ് റോഡ് തന്നെയാണ്, മസ്റ്റാണ്. അങ്ങനെ പോയാലേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. വളരെ ഒരു ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടെ ഭയങ്കര അടിപൊളി ട്രെക്കിംഗ് ആണ് കേട്ടോ. മസ്റ്റ് വിസിറ്റാണ്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന വേണം. നമുക്ക് ഫസ്റ്റ് നമ്മൾ ഇതേപോലെ ഒരു ഓഫ് റോഡ് നമ്മൾ 900 കണ്ടിയിൽ പോയപ്പോഴാണ് നമ്മൾ ഒരു ഓഫ് റോഡ് നമ്മൾ ട്രൈ ചെയ്തിരുന്നു. പക്ഷേ അതിനേക്കാളും അത് എനിക്ക് തോന്നുന്നു ഒന്നുമല്ല എന്ന് തോന്നിപ്പോയി ഇവിടെ പോയപ്പോൾ. അപ്പോൾ ഇതാണ് നമ്മളുടെ ജീപ്പ്. ഇതുപോലെ 2 ജീപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ കുട്ടികളും എല്ലാവരും കൂടി അടക്കം നമ്മളൊരു 19 ആൾക്കാർ. അപ്പോൾ ഇത്ര പേർക്കുള്ള ജീപ്പാണ്, 2 ജീപ്പായിട്ട്. പിന്നെ വേറൊരു കൺഫ്യൂഷൻ, നമുക്ക് ഇവിടെ വരുന്നതിന് മുന്നേ നമുക്ക് ഉണ്ടായിരുന്നൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളതിൽ കുറേ കുഞ്ഞു കുട്ടികളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ കുട്ടി ഷാമിലീൻ്റെ മോനാണ്. അപ്പം നമുക്ക് മക്കളെയും കൊണ്ട് നമുക്ക് ഈ ട്രക്കിങ്ങിന് പോകാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് നമുക്കുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമില്ല. നമ്മളത് പറഞ്ഞപ്പോൾ അതൊന്നും ഒരു പ്രോബ്ലം അല്ല എന്ന് പറഞ്ഞു. പിന്നെ മുന്നിലാണ് ഷാമിലീൻ കുട്ടി ഇരുന്നത്, ഞാനും അവളുടെ കൂടെ മുന്നിലാണ് ഇരുന്നിട്ടുള്ളത്. പിന്നെ നമ്മളിങ്ങോട്ട് പോകുന്ന വഴിയാണ് ഈ ഒരു വഴി കേട്ടോ. അടിപൊളിയായിരുന്നു. ഇവിടുന്ന് നമുക്ക് കുറച്ച് അങ്ങോട്ട് പോകാനുണ്ട്, പോയാലേ നമുക്ക് ആ പ്ലേസിലേക്ക് എത്തുള്ളൂ. ഇതെൻ്റെ ഒരു ഷോ ഓഫ് കേട്ടോ, വെറുതെ ഒരു രസത്തിന് നമ്മളെല്ലാവരും കൂടി ജീപ്പിൽ കയറി നമ്മൾ യാത്ര ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഷോ ഓഫ്, ജസ്റ്റ് ഒരു ഷോ ഓഫ്. നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടന് ഭയങ്കര നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. അതിപ്പോൾ ഈ ജീപ്പിലുള്ള മറ്റേ ജീപ്പിലുണ്ടായിരുന്ന ചേട്ടനായാലും ഭയങ്കര എന്താ പറയുക,
ഭയങ്കര ഒരു നല്ല നല്ല മനുഷ്യന്മാരുള്ള സ്ഥലം എന്ന് നമുക്ക് പറയാം. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ. എന്ത് നല്ല സ്വഭാവം എന്നറിയോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമ്മൾ കുറച്ച് മഴക്കാലത്തൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടി വൈബാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ക്ലൈമറ്റ് വൈസ് നമുക്ക് നല്ല ഐ മീൻസ് മഴ ഇല്ല, പിന്നെ എന്താ പറയുക ഒരു നോർമൽ ക്ലൈമറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് ഓക്കെ ആയിരുന്നു. പക്ഷെ കുറച്ചും കൂടി മഴയൊക്കെ പെയ്യുന്ന ടൈമാണെങ്കിൽ എനിക്ക് തോന്നുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ചിലപ്പോൾ നമ്മൾ ആ വഴിയിലൂടെ നമ്മൾ ട്രക്കിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ജീപ്പ് അവിടെ ചിലപ്പോൾ മണ്ണിലൊക്കെ കുടുങ്ങാനോ അങ്ങനെയൊക്കെ ചാൻസ് കൂടുതലായിരിക്കും കേട്ടോ. ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ എന്തായാലും ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള തിങ് വേണമെന്നുണ്ടെങ്കിലേ അതൊക്കെ ഒരു വൈബ്. എന്തായാലും ആ കാടിൻ്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞ് വല്ല ആനയോ വല്ലതും വന്നു കഴിഞ്ഞാൽ അതും അതിലേക്കാട്ട് അഡ്വഞ്ചറസ് ആവും. എന്തായാലും നമ്മളിതാ അങ്ങനെ പോയി കൊണ്ടേ നിൽക്കുകയാണ്. ഈ വഴിയൊക്കെ എന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. എനിക്കിത് സത്യം പറയുകയാണെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ, ഇത് കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും, പക്ഷേ എങ്കിലും എനിക്കിത് ഡിലീറ്റ് ചെയ്യാൻ തോന്നുന്നില്ല. പിന്നെ ഇതൊക്കെ എൻ്റെ ഷോർട്ട് വീഡിയോസിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ട ക്ലിപ്സൊക്കെയാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സ്ഥലം കാണാം. അവിടെ വലിയ സംഭവമൊന്നുമില്ല. എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ യൂഷ്വലി വേറെ വയനാടൊക്കെ പോകുന്ന സമയത്ത് നമ്മളിത് എല്ലാവരും വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊണ്ടുവരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടാവും. പക്ഷേ ഇവിടെ അതൊന്നും ആരും എക്സ്പെക്റ്റ് ചെയ്യേണ്ടതെന്നല്ല, നമുക്ക് ബേസിക് നീഡ്സിന് ഇപ്പോൾ വെള്ളം ദാഹിച്ചാലോ അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള ലൈറ്റ് തിങ്സൊക്കെ അവിടെ അവൈലബിളാണ്. പക്ഷേ നമ്മളൊരു ലോങ് ട്രിപ്പ് പോയിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ ഇപ്പോൾ വയനാട് ഊട്ടിയൊക്കെ പോകുമ്പോൾ നമുക്ക് എന്താ പറയുക ചായപ്പൊടി കാപ്പിപ്പൊടി ഇതൊക്കെ കൊണ്ടുവരിക അങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടല്ലോ. അതൊന്നും അങ്ങനത്തെ ചോക്ലേറ്റ്സ് അതൊന്നും ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യേണ്ട. ഇതൊരു ചെറിയൊരു നാട്ടിൻ പ്രദേശമാണ്. നല്ല സാധാരണക്കാരായ മനുഷ്യന്മാർ അവരുടെ എന്താ പറയുക ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസ്. അപ്പോൾ ആ പ്ലേസിൽ അവരതും വെച്ചിട്ട് അവർ ജീവിക്കുന്ന കുറച്ച് ആൾക്കാരാണ്. അപ്പോൾ നമ്മളെ സ്പോട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇവിടെ മുതൽ സത്യം പറയുകയാണെങ്കിൽ കുലുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ജീപ്പ് അത്യാവശ്യം നല്ല ലെവലിൽ കുലുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ജീപ്പിൽ അവർ ഒരു 9 പേരെ വെച്ചിട്ട് അവർ കയറ്റുന്നുണ്ട്. അതിന് ഏകദേശം ഒരു ജീപ്പിലേക്ക് 1600 രൂപയാണ് കേട്ടോ വരുന്നത്. മൊബൈലൊക്കെ ഒരു വിധത്തിലാണ് പിടിച്ചു വെക്കുന്നത്. കാരണം ഇവിടുന്ന് മുതലേ ഇങ്ങോട്ട് ഇളകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയുക നമ്മളിങ്ങനെ എന്താ പറയുക ഒരു ഫോണൊക്കെ നിലത്ത് വീണാൽ കഴിഞ്ഞ് തീരുമാനമായി. അപ്പോൾ ഭയങ്കര ഇതായിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഒരു രസമാണ് കേട്ടോ. നമ്മൾ എന്തായാലും നമ്മൾ ലൈഫിൽ ഒരു ടൈമെങ്കിലും നമ്മളിതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണം. അപ്പോഴേ ഒരു എന്താ പറയുക ഒരു കംപ്ലീറ്റ് ഫീലിംഗ് ഉണ്ടാവുള്ളൂ. കാരണം ഒരുപാട് പ്ലേസസ് ഉണ്ട്. നമ്മൾ മാക്സിമം നമ്മൾ ഓരോ സ്ഥലത്ത് പോവുക, നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഈ ഒരു കയറ്റം ഭയങ്കര കയറ്റമാണ് കേട്ടോ. ഇവിടെ ഒരു കുത്തനിറക്കുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കയറ്റം. അപ്പോൾ ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇത് മഴക്കാലമാകുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ഇവിടെയൊക്കെ നല്ല വെള്ളവും കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ സ്വാഭാവികമായിട്ടും. അപ്പോൾ ഒരു വേറെ വൈബണി ആയിരിക്കും എന്തായാലും.
അപ്പോൾ നമ്മളിവിടെ കയറി ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടുന്ന് നമ്മൾ പെർമിഷൻ എടുക്കണം. അതുപോലെ ഒരു ചെറിയൊരു എമൗണ്ട് നമ്മളവിടെ പേ ചെയ്യണം. നമ്മളുടെ ജീപ്പിൽ എത്ര പേരാണോ ഉള്ളത് അതിനനുസരിച്ച് നമ്മളവിടെ പേയ്മെൻറ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പം നമ്മളുടെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കാടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്തു. ഇനിയുള്ളത് ഞാൻ അധികം വോയിസ് ഒന്നും കൊടുക്കുന്നില്ല. നിങ്ങളെന്നെ കണ്ട് നിങ്ങളെന്നെ എൻജോയ് ചെയ്യും. ഒരുപാട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് പോകേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. ഇവിടുന്ന് ഓരോ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഇനി എത്ര സമയമുണ്ട് മുകളിലേക്ക് പോകാൻ. കാരണം ഓരോ പ്ലേസിലെത്തുമ്പോൾ നല്ല ഇളക്കാണ് കേട്ടോ. പക്ഷെ നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മൾ പറയില്ലേ ഫസ്റ്റ് വ്യൂ പോയിന്റിലേക്ക് എത്താനായോ ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. പിന്നെ വേറൊരു ഡൗട്ട് എന്താണ്ടായിരുന്നെന്ന് വെച്ചാൽ, നമ്മൾ ഇവരടുത്ത് ചോദിച്ച കാര്യം എന്താ വെച്ചാൽ, ഇതിനുള്ളിലൊക്കെ ആൾക്കാർ താമസിക്കുന്നത്. നമ്മൾ പോയ ഒരു ഭാഗത്ത് നമ്മൾ ഒരു വീട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അങ്ങനെയല്ല, ആ വീട്ടിലുള്ള ആൾക്കാർ എങ്ങനെ അവിടെ നിൽക്കുന്നു എന്നാണ്. കാരണം ഇത്രയും കാടിനുള്ളിൽ വളരെ ഒറ്റപ്പെട്ടിട്ട് നമ്മൾ എങ്ങനെ ജീവിക്കും അവിടെ എന്ന് ചിന്തിച്ചു. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ടൊരു പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ 2 പോലീസുകാർ ഇവർ നടന്നിങ്ങനെ കയറുന്നുണ്ട് കേട്ടോ. അത് കണ്ടു. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഒരു ചെറിയൊരു റിസോർട്ടും ഉണ്ട്. അപ്പോൾ നമ്മളടുത്ത് നമ്മളെ ചേട്ടൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ റിസോർട്ടിൽ വേണമെങ്കിൽ നമുക്ക് സ്റ്റേ ഒക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ ഫുഡൊക്കെ നമ്മൾ മുന്നേ കൊണ്ടുവന്ന് നമ്മൾ തന്നെയൊക്കെ പ്രിപ്പയർ ചെയ്യണം. ഒരു രസമാണല്ലോ. അങ്ങനത്തെ ഓപ്ഷനും ഇവിടെ ഉണ്ട് കേട്ടോ.
പിന്നെ എനിക്കുള്ള ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ഒരു തിക്ക് ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഉള്ളിൽ എല്ലാം ഉണ്ടാവും, എല്ലാ മൃഗങ്ങളും ഉണ്ടാവും. അഥവാ നമ്മൾ ആനേനെ എങ്ങാനും മുന്നിൽ കണ്ട എന്ത് ചെയ്യുന്ന ഞാൻ ചോദിച്ചു അത് ആ ചേട്ടൻ്റെ അടുത്ത്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ആനേനെ കണ്ടാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ വണ്ടി നിർത്തും, ഓഫ് ചെയ്ത് നമ്മൾ വണ്ടി നിർത്തി എല്ലാം ക്ലോസ് ചെയ്ത് നമ്മൾ ഇരിക്കും, അതേ നമുക്കുള്ളൊരു ഓപ്ഷൻ ഉള്ളൂ എന്ന് പറഞ്ഞു.
അപ്പോൾ നമ്മൾ നമ്മളെ ഫസ്റ്റ് വ്യൂ പോയിന്റിലേക്ക് ഇതാ കടന്നിരിക്കുകയാണ്. ഇത് ഇവിടെ നമ്മൾ എത്തിയപ്പോൾ ചെറുതായിട്ടൊരു വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ജീപ്പിലുള്ള ടീംസ് അവിടെ എത്തിയിട്ട് അവരിതാ ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ കുറച്ച് നേരം അവിടേക്ക് ഇരുന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, അതുപോലെ തന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അതിനുശേഷം പിന്നെ നമ്മൾ രണ്ടാമത്തെ വ്യൂ പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. മാട്ടുമലയിലേക്ക് പോകാനും നമ്മൾ ഇതേപോലെ തന്നെ നേരത്തെ പോയ പോലെ തന്നെ നല്ല തിക്കായ ഫോറസ്റ്റിനിടയിൽ കൂടെ വീണ്ടും ഇതേപോലെ തന്നെ വളരെ എന്താ പറയുക കുലുങ്ങി പോകുന്ന റോഡുകളിലൂടെ നമ്മൾ വീണ്ടും മൂവ് ചെയ്തുകൊണ്ടേ നിൽക്കുകയാണ്.
വളരെ ശാന്തമായൊരു സ്ഥലം കേട്ടോ. പിന്നെ വേറൊരു പ്ലസ് എനിക്ക് ഇവിടെ തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര നീറ്റ്നെസ്സാണ് കേട്ടോ. ഒരു എന്താ പറയുക, ചപ്പ് ചവറ് കാര്യങ്ങളൊന്നുമില്ല. പൊതുവേ നമ്മൾ എവിടെ പോയാലും മലയാളികൾ പോയാലും ആ സ്ഥലം നമ്മൾ പിന്നെ എന്താ പറയുക വളരെ മോശമാക്കാൻ നമ്മൾ മിടുക്കരാണല്ലോ. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ആൾക്കാർ അധികം പോകുന്നുണ്ടാവും, പക്ഷേ എങ്കിലും എനിക്ക് തോന്നുന്നു അതിനൊരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവിടെ നല്ല വൃത്തിയുണ്ട്. ഈ പ്ലേസൊക്കെ എത്തിയപ്പോൾ ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. എന്താ പറയുക, നമ്മൾ കുറച്ചും കൂടി ഒരു കാടിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പോണ പോലെ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക വേറൊരു ഫീലിംഗ് തന്നെയായിരുന്നു. ഞാൻ പറയാം, ഇവിടെ കഴിഞ്ഞ ദിവസം മഴ എന്തോ പെയ്തിട്ടുണ്ടായിരുന്നു നോക്കുക, കുറച്ച് ചളിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ കൂടെ പോകുമ്പോഴായാലും ഇതൊരു വേറെ വൈബ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മളുടെ നെക്സ്റ്റ് സ്പോട്ടായ മാട്ടുമലയിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ഇതേപോലെ തന്നെ കണ്ടില്ലേ, കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്, അവരൊക്കെ അവിടെ നിന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലേസും ഇതേപോലെ തന്നെ ഭയങ്കര വലിയ ഇവിടുന്ന് നമ്മൾ പിന്നെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടുന്ന് പിന്നെയും നമുക്ക് ട്രക്കിങ് വേറൊരു പ്ലേസ് ഉണ്ട് അത്രേ, അവിടേക്ക് വീണ്ടും വേണമെങ്കിൽ പോകാൻ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവിടേക്ക് പോകാൻ കുറച്ച് റെസ്ട്രിക്ഷനും കാര്യങ്ങളും സ്വാഭാവികമായിട്ടും ഉണ്ട്. കാരണം അത് പോകുന്ന ഏരിയയിൽ താഴത്തേക്ക് എന്തോ കൊക്ക പോലെ ആണ്. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ഡേഞ്ചറസ് എന്നല്ല, പോകുമ്പോൾ നമ്മൾ ഇപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇതുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കാണാതെ അവിടെ കണ്ടൊരു ആനേനെ കണ്ടില്ലേ, നമ്മളൊരു ആനേനെ കണ്ടിരുന്നു കേട്ടോ മുകളിൽ നിന്ന്. അപ്പോൾ ഞാൻ ചിന്തിച്ചത് ഈ ആന എങ്ങാനും കയറി ഇങ്ങോട്ടറ്റം വന്നാൽ നല്ല രസമായിരിക്കും. എന്തായാലും ആനേൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ ഇവിടുന്ന് ഇതേപോലെ തന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് നേരെ പിന്നെ തിരിച്ച് താഴത്തേക്ക് ഇറങ്ങിയത്. നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടന്മാർ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അവർ നമുക്ക് എല്ലാ വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമുക്ക് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും എല്ലാവരും എടുത്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടുന്ന് നമ്മളെ മറ്റേ വണ്ടീൻ്റെ മുന്നിൽ നിന്നൊക്കെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഇതേപോലെ ഷോർട്ട് കുഞ്ഞു വീഡിയോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടീൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോ സെഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ നമ്മൾ പിന്നെ നിരത്തി അതായിരുന്നു പരിപാടി.
അങ്ങനെ തിരിച്ച് നമ്മൾ എത്തി. ആർക്കും ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് നമ്മൾ തിരിച്ച് നമ്മൾ ആദ്യം നമ്മളെ വണ്ടി നിർത്തിയ സ്ഥലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്.